മനുഷ്യരോടൊപ്പം നിൽക്കാൻ കഴിയണം. ഇന്ത്യയെ നമ്മൾ മാറ്റിമറിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ കാണും, നമ്മൾ നടക്കും, ചിരിക്കും, സിനിമ എടുക്കും, നാടകം അഭിനയിക്കും, പുസ്തകം എഴുതും. ആ ഭരണഘടനയിൽ പറയുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കുന്ന ഏത് തരം അധികാരബോധമായാലും അതിനെ പിടിച്ചു വലിച്ച് താഴേക്ക് ഇടുക തന്നെ ഇന്നത്തെ യുവതലമുറ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള കരുത്ത് ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ട്. ഇവിടെ സംസാരിച്ചിരുന്നവർ പറഞ്ഞതുപോലെ തന്നെ ജന്തർ മന്ദിറിലെത്തി നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയാത്തതിന്റെ എല്ലാ വിഷമവും നമുക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഇതിന് ഐക്യദാർഢ്യത്തിന് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. നമ്മളൊപ്പം നിൽക്കണം. കുറച്ച് ദിവസങ്ങളായി അവര് സമരം ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അധികാരം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് ലാത്തി കൊണ്ട് അവരെ പരിക്കേൽപ്പിക്കുകയും അവരെ അസൾട്ട് ചെയ്യുകയും പലതരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസിന് വിധേയരാകുകയും പെൺകുട്ടികളടക്കം അത് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. സമകാലീന ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 2014 ശേഷം കർഷകർക്കെതിരെ, മുസ്ലിമുകൾക്കെതിരെ, ദളിതർക്കെതിരെ, ക്യൂർ മനുഷ്യർക്കെതിരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കെതിരെ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ത്യ കണ്ടിട്ടുണ്ട്. അത് ഇന്നത്തെ യുവതലമുറ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ വളരെ കാലങ്ങളായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ സംഘപരിവാർ പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള വിവേചനങ്ങൾക്കെതിരെ IFFK സംസാരിക്കുമ്പോൾ ഇതേ വേദിയിലുള്ള ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ആഷിഖ് അബിനെ പോലെ, മഹേഷ് നാരായണൻ പോലെ, ജോളി ചെറിയത്തിനെ പോലെ ഒക്കെ. പക്ഷെ ഇന്ന് പ്രിയപ്പെട്ട ജോജു ജോർജ് പറഞ്ഞതുപോലെ എനിക്കും സംസാരിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവുന്നു, എനിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവുന്നു. അത് തന്നെയാണ് താല്പര്യം എന്നുള്ളത്. ഇതൊരു മനുഷ്യരുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ പറയുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കുന്ന ഏത് തരം അധികാരബോധമായാലും അതിനെ പിടിച്ചു വലിച്ച് താഴേക്ക് ഇടുക തന്നെ ഇന്നത്തെ യുവതലമുറ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള കരുത്ത് ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ട്. ഇന്ന് ഇവിടെ ഗോദി മീഡിയ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വളരെ കൃത്യമായി തന്നെ എഴുതണം. ഇവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ സംഘപരിവാറിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്, BJPക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിർ സന്ദർശിക്കുകയുണ്ടായി. അവർ സ്വന്തം ഫ്ലൈറ്റ് എടുത്തിട്ടാണ് അവരവിടെ പോകുന്നതും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും. പക്ഷേ സംഘപരിവാറിന്റെ ഒരു നേതാവ് പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് രഞ്ജിനി അങ്ങോട്ട് പോയെന്ന്. രഞ്ജിനി ഇവിടെയുണ്ട്. രഞ്ജിനി ഉറക്കെ പറയണം അങ്ങനെയല്ല എന്നുള്ളത്. മനുഷ്യത്വമുള്ള, ഭരണഘടനയിൽ വിശ്വാസമുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പം നിൽക്കാൻ കഴിയണം, മനുഷ്യരോടൊപ്പം നിൽക്കാൻ കഴിയണം. ഇന്ത്യയെ നമ്മൾ മാറ്റിമറിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ കാണും, നമ്മൾ നടക്കും, ചിരിക്കും, സിനിമ എടുക്കും, നാടകം അഭിനയിക്കും, പുസ്തകം എഴുതും. താങ്ക് യു സോ മച്ച്. ജയ് ഭീം.